വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 1 അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. അന്നൊരിക്കൽ യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വചന വിചിന്തനം. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശുവിനെക്കുറിച്ചുള്ള സ്നാപകയോഹന്നാൻ്റെ സാക്ഷ്യവും രണ്ടാം ഭാഗത്ത് യേശുവിൻ്റെ ജ്ഞാനസ്നാനവുമാണ് വിവരിക്കുന്നത്. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്ന ഒരു ക്രിസ്തുവിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോഴാണ് സ്നാപകയോഹന്നാൻ ആ ക്രിസ്തു ആരാണെന്ന് വ്യക്തമാക്കുന്നത്. 2 വെളിപ്പെടുത്തലുകളാണ് സ്നാപകയോഹന്നാൻ നടത്തുന്നത്. 1, വരാനിരിക്കുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. 2, അവൻ്റെ പ്രവൃത്തി എന്നേക്കാൾ ഉന്നതമാണ്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ അടിമ ചെയ്യുന്ന ജോലി ശിഷ്യൻ ഗുരുവിന് ചെയ്തു കൊടുക്കണം. എന്നാൽ ചെരുപ്പിൻ്റെ വാറഴിക്കുന്നത് അടിമയുടെ മാത്രം ജോലിയാണ്. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്നവൻ തന്നേക്കാൾ ശക്തനായവനും അവൻ്റെ ദാസനാകാൻ പോലും താൻ യോഗ്യനുമല്ല എന്നുമാണ് സ്നാപകയോഹന്നാൻ വ്യക്തമാക്കുന്നത്. രണ്ടാമതായി, വരാനിരിക്കുന്നവൻ ജലത്താലല്ല പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവനാണ്. ജലത്താലുള്ള സ്നാനം ഭാഗികവും പ്രതീകാത്മകവുമാണ്. എന്നാൽ ആത്മാവിനാലുള്ള സ്നാനം ആന്തരികവും ആത്മീയവും പൂർണ്ണവുമാണ്. ദൈവമാണ് ആത്മാവിനെ നിയമങ്ങൾക്കും പ്രവാചകന്മാർക്കും രാജാക്കന്മാർക്കും നൽകുന്നത്. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും എന്ന് പറയുക വഴി അവൻ ദൈവമാണ് എന്നുകൂടി പ്രഖ്യാപിക്കുകയാണ്. ക്രിസ്തു ആരാണ് എന്ന അറിവിൽ നിന്നാണ് താൻ ആരാണെന്ന് സ്നാപകയോഹന്നാൻ തിരിച്ചറിഞ്ഞത്. ഈ തിരിച്ചറിവിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കേണ്ടതാണ്.